Hi, welcome back to our channel. ഇന്ന് നമ്മൾ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അക്വേറിയത്തിൻ്റെ ഒരു മേക്ക് ഓവർ നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ നമ്മളെ ഗാർഡൻ എന്താ പറയുക ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള സ്റ്റാൻഡും അതുപോലെ ഒരു ഫാമിലി ട്രീ മേക്കിങ്ങുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് പോലെ ചെയ്യുന്നൊരു കാര്യം. നമ്മൾ ഡോറ് വെച്ച സമയത്ത് അതിൻ്റെ ഒരു വേസ്റ്റ് ചെറിയ പീസ് ഇതുപോലത്തെ ചെറിയ പീസുകളുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള വീഡിയോ തന്നെയാണ്, പക്ഷെ നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വെർട്ടിക്കൽ ഷേപ്പിലും അതുപോലെ 6 ഹൊറിസോണ്ടൽ ഷേപ്പിലും ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾ അത് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഈ മുള്ളാണി കിട്ടില്ലേ, അത് ഇത് ചെയ്യും കൂടി ചെയ്തിട്ടുണ്ട്. അതായത് അത് ചെറുതായിട്ട് അടിച്ചു കൊടുത്തിട്ട് വാർണിഷ് ചെയ്ത് ആണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ ടിസു ആണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഹാങ്ങിങ് പോട്ട് അതിൽ ഹാങ് ചെയ്തിട്ട് നമ്മൾ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇൻഡോറിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ. എന്താ പറയുക, ഭയങ്കര അട്രാക്റ്റീവാണ്. നമ്മൾ യൂട്യൂബുകളിൽ നമ്മളിത് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നമ്മളത് ട്രൈ ചെയ്യണം എപ്പോഴും വീട്ടിൽ. ഇത് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വേസ്റ്റായി കിടക്കുന്ന മരങ്ങളുണ്ടാവും. ഇത് നമുക്ക് കമുകിൻ്റെ കഷ്ണം വെച്ച് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു ഷേപ്പിലുള്ള ഏത് ടൈപ്പ് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് വെച്ചിട്ടും ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒന്ന് എഫേർട്ട് എടുക്കണം, കുറച്ച് വർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഇത് നമ്മളത് കണ്ടപ്പോൾ ഉമ്മച്ചിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഉമ്മച്ചിക്കും കൂടി രണ്ടെണ്ണം ഉണ്ടാക്കി കൊടുത്തതാണ്. അതവിടെ ഇഷ്ടംപോലെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളുണ്ടായിരുന്നു. ഇനി നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ എല്ലാവരുടെ വീട്ടിലും വീട് പണി നടക്കുന്ന സമയത്ത് നമ്മൾ ഫുള്ളി വീട് പണി കഴിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ ഈ എന്താണ് പറയുക, ഷോക്കേസിൻ്റെ ഒരു സ്പേസ് ഉണ്ടാവും. അത് നമ്മൾ പിന്നീട് ചെയ്യാനൊക്കെ ബാക്കി വയ്ക്കുന്നത്. അപ്പോൾ ആ സ്പേസിൽ നമുക്കൊരു ഫാമിലി ട്രീ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ അഞ്ചുമ്മാനെ കൊണ്ട് ഒരു ട്രീ വരപ്പിക്കുന്നതാണ്. നമുക്ക് അധികം ചിലവൊന്നുമില്ല അതിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അക്രിലിക് പെയിൻറ്റ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, നമ്മൾ ടച്ച് ചെയ്യുന്നൊന്നുമില്ലെങ്കിൽ. ഇല്ല എങ്കിൽ കുറച്ച് നല്ല പെയിൻറ്റ് ഒരു 50 രൂപയ്ക്ക് ഒരു കുഞ്ഞു ടിന്ന് വാങ്ങിയാൽ തന്നെ ഇത് ഇനഫാണ്. പെയിൻറ്റ് ട്രീ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാം. പെൻസിലൊക്കെ വരച്ചിട്ട് ചെയ്താൽ മതി. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചുവാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാം ഇത് ഞാനിങ്ങനെ ഒരു ഐഡിയ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് ലാസ്റ്റ് എൻ്റെ ടിസോൻ്റെ വീട്ടിലായതുകൊണ്ട് അഞ്ചു ഗസ്റ്റായി വന്ന സമയത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ലാസ്റ്റ് ഫിനിഷിങ് ടച്ചപ്പ് മാത്രമേ ഞാൻ നടത്തിയിട്ടുള്ളൂ. വെറുതെ ആ ഒരു ലീഫ് മാത്രം വരച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം മഞ്ജുവാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ട്രീ സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ഫോട്ടോ വയ്ക്കാനാണ് പ്ലാന്. ഇത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് സക്സസ് ആണോ ഇല്ലയെന്ന് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യണം. ഇതുപോലെ നമ്മളടുത്ത് ഉണ്ടായിരുന്ന ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള കുറേ ഫോട്ടോസ് ഉണ്ട്. നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കുന്നതും അതേമാതിരി ഗിഫ്റ്റ് ചെയ്തതും ഒക്കെ കൂടി അതിൽ പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ഇത് നമ്മളുടെ അതും ടിസോൻ്റെ വീട്ടിൽ തന്നെ അക്വേറിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെന്നല്ലാതെ നമ്മളതിൽ ഒരു സെറ്റിങ്സും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. താഴെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു അക്വേറിയത്തിൽ പ്ലെയിനായിട്ട് നമ്മൾ ഫിഷിനിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മളത് സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിൽ നമ്മൾ അക്വേറിയത്തിൽ നിന്ന് കുറച്ച് എന്താ പറയുക മണൽ വാങ്ങിച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളർ മണലാണ് ചൂസ് ചെയ്തത്. അതുപോലെ ഈ വൈറ്റ് കല്ലുകളും അവിടുന്ന് വാങ്ങിച്ചത് തന്നെയാണ്. അത് ആദ്യം നമ്മളൊരു സാധാരണ മണൽ ഒരു ലെയർ കട്ടിക്കിട്ടിട്ട് ഇത് ബ്ലാക്ക് കളറ് മെറ്റൽസ് അതിൻ്റെ മുകളിലിട്ട്
പിന്നെ കോർണറിലൊക്കെ ആയിട്ട് ഈ വൈറ്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തെങ്കിലും പ്ലാന്റ് പെട്ടെന്ന് തന്നെ അതിൽ ലീഫ് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് അതിൽ ഫിൽറ്റർ യൂസ് ചെയ്തിരിക്കുന്നത് സോബോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഫിൽറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഫിൽട്രേഷനാണ്. പിന്നെ ഇതിൽ വുഡൊക്കെ നമ്മൾ കാട്ടിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന വുഡ് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഫുള്ളി സെറ്റപ്പിൻ്റെ വീഡിയോ അങ്ങനെ കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അത് നമ്മൾ വീണ്ടും ചെയ്യുന്നതാണ്. ഇതിൽ ഏഞ്ചൽസ് മാത്രമേ ഉള്ളൂ, ഗപ്പികളും ഉണ്ട് കുറച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി